അതായത് ഈ രാഷ്ട്രീയക്കാരും പോലീസും ഒക്കെ ഉൾപ്പെട്ട ഒരു സിസ്റ്റം വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു വലിയ കുറ്റവാളി അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്ത ആളെയും രക്ഷപ്പെടുത്തിയെടുക്കാനും ഒരു നിസ്സാര ഒരു കുറ്റം ചെയ്ത ആളുടെ വലിയ ശിക്ഷിക്കാനും കഴിയുമെന്നാണ് പറയുന്നത്. 100%. അതൊരു സിസ്റ്റം അല്ലേ? സിസ്റ്റം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് എന്ത് കേസിലും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു ചെറിയൊരു ഇപ്പോൾ MDMA എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ചെറിയ പാക്കറ്റാണ്. നമ്മൾ ബേ കൊണ്ടുവച്ചാൽ പോരെ? ബേ കൊണ്ടുവയ്ക്കുന്നു, അതിനുശേഷം അവരൊരു സിസ്റ്റം, ഒരു നാടകം ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഞാനിപ്പോൾ എപ്പോഴും ഉദാഹരണമായിട്ട് പറയുന്നത്, എനിക്ക് തോന്നുന്നു മീഡിയ കൊണ്ട് പലപ്പോഴും നിരന്തരം ചർച്ച ചെയ്യുന്നൊരു വ്യക്തിയാണ് സഞ്ജീവ് ഭട്ട്. മീഡിയ കൊണ്ട് നിരന്തരം നിങ്ങൾ ഔട്ട് ഓഫ് ഫോക്കസിലൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം പിന്നെ സിസ്റ്റത്തിനെതിരെ സംസാരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട് അദ്ദേഹം സുപ്രീം കോടതി സമർപ്പിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? പണ്ട് അദ്ദേഹം SP ആയിരുന്ന കാലഘട്ടത്ത് നടന്ന ഒരു കസ്റ്റഡി കൊലപാതക കേസിനകത്ത് ആ കേസ് പൊടിതട്ടി എടുത്തിട്ട് അദ്ദേഹം മരണം വരെ ജയിലിൽ കിടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചേക്കണം അവർ. കാരണം ഒരു കേസിൽ ജീവപര്യന്തം, ഒരു കേസിൽ 20 വർഷം. അപ്പോൾ ഈ ജീവപര്യന്തം തീർന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? അദ്ദേഹത്തിന് 20 വർഷം. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ 62 വയസ്സുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷകൾ നിരന്തരം എന്ത് ചെയ്യുവാണ്? കോടതികൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെക്കാട്ടിയും ഗുരുതരമായ സ്വഭാവമുള്ള ആൾക്കാരുടെ ജാമ്യാപേക്ഷകളൊക്കെ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് പരിഗണിക്കുന്നത്. അത് കോടതിയെ കുറ്റം പറയുന്നത് മാത്രമല്ല, കോടതിക്കൊരു സംവിധാനമുണ്ട്. കോടതിയിൽ നമ്മളൊരു ജാമ്യം പോകുമ്പോൾ അവിടെ പ്രോസിക്യൂട്ടർ എതിർക്കണം, അല്ലെങ്കിൽ നമ്മുടെ വക്കീലിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ നോക്കുക. അപ്പോൾ അവിടെ പ്രോസിക്യൂട്ടർ എതിർക്കാതിരുന്നാൽ കോടതിക്കൊന്നും ചെയ്യാനില്ല. പ്രോസിക്യൂട്ടർ എതിർക്കുന്നില്ല, ആയിക്കോട്ടെ, അപ്പോൾ പിന്നെ കോടതിക്ക് ജാമ്യം കൊടുത്ത് ജഡ്ജിൻ്റെ കുഴപ്പമില്ല. അത് നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റം അങ്ങനെയല്ലേ? ആ സിസ്റ്റത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ജാമ്യം കൊടുക്കുന്നു, അവർ പുറത്തേക്ക് ഇറങ്ങുന്നു, സഞ്ജീവ് ഭട്ട് സാറ് ജയിലിൽ കിടക്കുന്നു. അപ്പോൾ അത് സിസ്റ്റം വിചാരിച്ചാൽ പറ്റും.